കേരളത്തിലെ ജനങ്ങളെ ഞാൻ വീണ്ടും പ്രബോധിപ്പിക്കുന്നത് 2012 ജനുവരിയിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അവൻ്റെ ആത്മാവിൽ എന്നോട് സംസാരിച്ച ഒരു പ്രവചനം വീണ്ടും കേരള ജനത്തെ ഓർപ്പിക്കുകയാണ്. അതായത് കേരളത്തിൽ കഠിനമായിരിക്കുന്ന ക്ഷാമം ഉണ്ടാകുമെന്നാണ് അന്ന് കർത്താവിനോട് പറഞ്ഞത്. ഒരുപക്ഷെ ഇത് നിങ്ങൾ പലരും വിശ്വസിക്കത്തില്ലായിരിക്കാം, കേരളത്തിൽ എങ്ങനെ ക്ഷാമം ഉണ്ടാകും. പക്ഷേ പ്രിയപ്പെട്ട, ഇത് മാറ്റമില്ലാത്തൊരു അനുഭവത്തിലേക്ക് കേരളം കടന്നു പോവുകയാണ്. നമുക്ക് കേരളത്തിൽ വികസനം വേണം, പാലങ്ങൾ വേണം, എയർപോർട്ടുകൾ വേണം, പുതിയ റെയിൽവേ വേണം, എല്ലാം ശരി തന്നെ. അപ്പോൾ വികസനത്തിൻ്റെ പേരിൽ നമ്മളെന്താണ് മുന്നേറുമ്പോൾ പ്രിയപ്പെട്ട, നാളെ ഭക്ഷണമില്ലെങ്കിൽ എന്ത് വികസനമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അതുകൊണ്ട് ഈ കഠിനമായിരിക്കുന്ന ഭക്ഷ്യക്ഷാമത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കേണ്ടതിന് അടുക്കും ചിട്ടയോടുകൂടിയുമായിരിക്കുന്ന ഭക്ഷ്യ സംഭരണങ്ങളും അതിന് ഉതകുന്ന മറ്റ് പലവിധമായിരിക്കുന്ന പദ്ധതികളും ആവിഷ്കരിച്ച് മുന്നേറിയില്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്കകം കേരളം കഠിനമായിരിക്കുന്ന ഭക്ഷ്യക്ഷാമത്തിലേക്ക് പോകും എന്നൊരു കാര്യം ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് അറിയിക്കുകയാണ്. അധികാരവർഗ്ഗങ്ങൾ ഇത് കാണുന്നുവെങ്കിൽ അതിനെപ്പറ്റി ചിന്തിപ്പാനും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു.